ഞാനൊരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കത്തില്ല, സത്യമായിട്ട് വിശ്വസിക്കത്തില്ലേ? പറയട്ടെ എന്തുവാന്ന്? കല്യാണോ എൻ്റെ അല്ല, എൻ്റെ മോടെ. വിശ്വസിച്ചോ? ഇല്ല. അതാ ഞാൻ പറഞ്ഞ, അത്രയും കല്യാണപ്രായമായിട്ടൊരു മോൾ എനിക്കുണ്ടെന്ന് സത്യം പറഞ്ഞ ഞാൻ പോലും വിശ്വസിക്കത്തില്ല. ഇന്ന് കല്യാണമാണ്. ഞങ്ങളുടെ ഒരേ ഒരു മോള് കാത്തുന്ന് ഞങ്ങൾ വിളിക്കുന്ന കാർത്തിക. അച്ഛൻ ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ട് ഞങ്ങൾ മോക്കായിട്ട് അന്വേഷിച്ചൊരു വരനെ കണ്ടുപിടിച്ചേക്കുക. നല്ലതായിട്ട് ഒരുങ്ങണ്ടായോ? ഞാൻ കാര്യം പറഞ്ഞോണ്ട് നടക്കത്തില്ലേ? ഓ എൻ്റെ ദൈവമേ, ഇന്നെങ്കിലും കണ്ണ് ഒരുപോലെ എഴുതി തരണേ. ഇന്നലെ മത്തിയും ഒരെണ്ണം അയിലയുടെ കണ്ണു പോലെ ഇരിക്കുവായിരുന്നു. അയ്യോ, രണ്ടും ഒരേപോലെ. അയ്യോ, ഓ കണ്ടോ, ദിഗംബരന്റെ കണ്ണുപോലായി. എനിക്കറിയാല്ലേ ഇത് ഇങ്ങനെയൊക്കെ വരുത്തുള്ളെന്ന്. എന്റെ കെട്ടിയോൻ ദിഗംബരനാ വിളിക്കുന്ന കേട്ടോ, താര. എന്റെ പേര് താരക പെണ്ണാളെന്നാണ്, പക്ഷെ എന്റെ കെട്ടിയോൻ എന്നെ താരാന്ന് വിളിക്കും. എന്റെ അമ്മായിമ്മയ്ക്ക് അത് തീരെ പോരാ, ഞാൻ അതൊന്നും മൈൻഡ് ചെയ്യാറില്ല. അതല്ലല്ലോ ഇപ്പൊ ഇവിടുത്തെ വിഷയം. ഓ എന്തോ സാധാരണ കെട്ടിയോന്മാര് പറയുന്ന ക്ലീശ ഡയലോഗ് ഉണ്ടല്ലോ, നിനക്ക് ഇത്ര ഒരുങ്ങിയ പോരായോ, എത്ര നേരം കൊണ്ട് ഒരുങ്ങുക, എത്ര മണിക്കൂറായി, അതൊക്കെ ഞങ്ങള് നിന്റെ കല്യാണമാണോ, ഇതൊക്കെ ആയിരിക്കും പറയാൻ പോകുന്നത്. ഇവർ ഈ കുഴലിനകത്ത് രണ്ട് കാല് കയറ്റിയിടുന്ന പോലെ ആണോ നമ്മൾ ഈ സാരി ഉടുക്കുന്നത്? ആണോ? കേട്ടോ ക്ലീശ ഡയലോഗ് ഇപ്പൊ പറ. എന്തോ ധൃതി പിടിക്കണ്ട, പതുക്കെ ഒരുങ്ങിയാ മതി കേട്ടോ. എന്താ പറ്റി? അൺബിലീവബിൾ. അതെന്തൊരു ബിൾബിൾ? എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. എന്തുവാ രവിയേട്ടാ ഞാൻ തെറ്റിദ്ധരിച്ചു പോയി. രവിയേട്ടൻ ഇങ്ങനെ പറയുമെന്ന്. അൺബിലീവബിൾ എന്താണെന്നറിയാമോ? അതായത് സാധാരണ അങ്ങനെ അല്ലല്ലോ കെട്ടിയന്മാര് പറയുന്നത്. ഞാനിപ്പോ ഇവരോടൊക്കെ പറയുമായിരുന്നു. ഇപ്പൊ എന്റെ രവിയേട്ടൻ വന്നിട്ട് പറയും, മതിയടി ഒരുങ്ങിയത്, എത്ര നേരമായി ഒരുങ്ങാൻ തുടങ്ങിയിട്ട്. അയ്യോ അൺബിലീവബിൾ. നിനക്ക് ഇപ്പോഴും ഈ രവിയേട്ടനെ മനസ്സിലായിട്ടില്ല. കൾച്ചർ ഇല്ലാത്ത ഭർത്താക്കന്മാരാണ് അങ്ങനെ പറയുന്നത്. സമയമെടുത്ത് നല്ലപോലെ ഒരുങ്ങിക്കോ മോള് എന്ന് ഞാൻ ഒന്നുകൂടെ സെറ്റ് ആവും. എനിക്ക് വയ്യ. മുല്ലപ്പൂവിന്റെ കുറവുണ്ട്. മുല്ലപ്പൂ ഒരുത്തോമ്പടി ഞാൻ കഴിഞ്ഞ ദിവസം ഫ്രിഡ്ജിനകത്ത് വാങ്ങിച്ചു വെച്ച കണ്ടില്ലേ നീ? അത് മുല്ലപ്പൂവായിരുന്നോ? ഞാൻ വിചാരിച്ചു പൊരിച്ചു വെച്ച പോപ്കോൺ അന്ന്. കുഴപ്പമുണ്ട്. അയ്യോ, തിന്നപ്പോ അതിന്റെ മണം പോലും അറിഞ്ഞില്ലോ. മണം കൊണ്ടാ തിന്നത്. ഒരു കാര്യം ചെയ്യ്, തല വല്ല പ്ലാസ്റ്റിക് പൂ വല്ല വാങ്ങിച്ചു. അതെ, തലേ പ്ലാസ്റ്റിക് പൂ മേടിച്ചു വെക്കാൻ. ഇത് കാറിന്റെ ഡാഷ്ബോർഡ് അല്ല, എന്റെ തലയത്. 25,000 രൂപ കൊടുത്ത് ഞാൻ സ്ട്രൈറ്റ് ചെയ്ത മുടിക്ക് അത് പ്ലാസ്റ്റിക് പൂ പറ്റത്തില്ല. അതങ്ങോട്ട് 25,000 രൂപ എടുത്ത് സ്ട്രൈറ്റ് ചെയ്തു. എന്താ രവിയേട്ടാ? പക്ഷെ നിന്റെ ചുരുണ്ട മുടി തന്നെയായിരുന്നു നല്ലത്. അതെന്താ? അതാകുമ്പോ പേനിന് പിടിക്കാൻ ഗ്രിപ്പ് ഉണ്ടായിരുന്നു. ഇപ്പൊ തന്നെ ഗ്രിപ്പ് ഇല്ലാതെ പേനല്ല റൈഡറെ കൂടെ നിരങ്ങുന്ന പോലെ താഴോട്ട് നിരങ്ങുന്നു. 25,000 കൊടുവാ. പൈസ ഉണ്ടെന്ന് കരുതി ഇങ്ങനെ അഹങ്കരിക്കരുത്. തല എത്രയോ ആൾക്കാർ പച്ചവെള്ളം പോലും കുടിക്കാൻ ഗതിയില്ല നടക്കുന്നു. ആ സമയത്താണ് നീ 25,000 രൂപ കൊടുത്ത് മുടി സ്ട്രൈറ്റ് ചെയ്യുന്നത്. നീ ഇട്ടേക്കുന്ന ലിപ്സ്റ്റിക്കിന് എത്ര രൂപ? 2,500 ലിപ്സ്റ്റിക്. കണ്ണിൽ എഴുതിയിരിക്കുന്ന ഏലിയൻ എത്ര രൂപ? ഏലിയനല്ല, ഐലൈനർ. അതിന് എത്ര രൂപ? 1,500. താരാ, സഹിക്കത്തില്ല. മണലാളിലേക്ക് കിടന്ന് കഷ്ടപ്പെട്ട ഞാനായത് 4,000 രൂപയുടെയും 2,500 രൂപയുടെയും ലിപ്സ്റ്റിക്കും ഐലൈനറും വാങ്ങിച്ച് കണ്ണെഴുതിട്ട് എന്തുവാടി പ്രയോജനം? നിനക്കൊക്കെ കാണാൻ പറ്റുമോ ഇത് എഴുതിയിട്ട്? പറ്റുമോ? നിനക്കൊക്കെ കാണാൻ പറ്റുമോ? ചുമ്മാ പൈസ കളഞ്ഞല്ലേ എഴുതി. മനുഷ്യനോട് ക്ഷീണിച്ചു ഉറക്കം കളഞ്ഞ വെളുപ്പം കാലത്ത് എഴുതട്ടെ ഞാൻ. എനിക്ക് മനസ്സിലായി. അതങ്ങനെ സ്വാഭാവികമായിട്ട് അങ്ങനെ ഒറ്റ മോള്, ഒരുപാട് കാത്തിരുന്നുണ്ടായ മോള്, കല്യാണം ആവുമ്പം ഒരച്ഛൻ എന്ന നിലയ്ക്ക് ഉറക്കമൊക്കെ പോവും. ഞാൻ ശ്രദ്ധിച്ചായിരുന്നു നിങ്ങൾ രാവിലെ എണീറ്റ് കട്ടിലിരുന്ന് എക്സസൈസ് ചെയ്യുന്നത്. ഞാൻ കണ്ടല്ലോ ഇങ്ങനെ എക്സസൈസ് ചെയ്യുന്നത്. നല്ലത്. പക്ഷെ അത് എക്സസൈസ് ചെയ്തില്ല. പിന്നെ ഈ കുന്തം കാലേക്കൂടെ വലിച്ചു കയറ്റിയിടാൻ നോക്കുവായിരുന്നു. ചെടി ഇത് കേട്ടിട്ട് തീരുന്നില്ലെന്ന് പിന്നെയും കിടക്കുവാ നീളത്തിന്. ഈ സാരി അല്ലായിരുന്നു ഞാൻ പറഞ്ഞത്. പിന്നെ ആ കടയിൽ നല്ല ഡിസ്പ്ലേ നല്ല ഒന്നാമതൊരു. യോ സത്യം പറയാമല്ലോ, ആ ഡിസ്പ്ലേ ആ ബൊമ്മ എടുത്തോണ്ടിരിക്കുന്ന സാരി കണ്ടിട്ട് എനിക്ക് അങ്ങ് കൊതി വരും. എന്തോ ഭംഗിയായിരുന്നു കാണാൻ. നല്ല എംബ്രോയിഡറി വർക്കും ക്രിസ്റ്റലും ഒക്കെ വെച്ചിട്ട് അടിപൊളിയായിരുന്നു. എന്നൊരു കാര്യം ചെയ്യ്, നീ ഇവിടെ ഞാൻ ആ ബൊമ്മ എടുത്തോണ്ട് കല്യാണത്തിന് പോവാം. വലിയ തമാശയായിരുന്നു, വലിയ തമാശ. എനിക്കറിയാം നിങ്ങൾ ടെൻഷൻ ഫ്രീ ആയിരിക്കുന്നുണ്ടല്ലോ ഇങ്ങനത്തെ തമാശയൊക്കെ പറയുന്നത്. ടെൻഷൻ ഫ്രീ എന്ന് പറഞ്ഞാൽ അമ്പലത്തിലോട്ട് പോകണം. ഇപ്പം അമ്പലത്തിലോട്ട് പോകേണ്ട കാര്യമില്ല, കാരണം എല്ലാത്തിനും ഓടാനായിട്ട് നമ്മുടെ കുമാരേട്ടനുണ്ടല്ലോ. അത് ശരിയാ, കുമാരനുള്ളത് കൊണ്ട് നമുക്ക് നമ്മുടെ കാര്യങ്ങളെല്ലാം നല്ലപോലെ പോകുന്നുണ്ട്. 1000 കോഴിക്ക് അരക്കാട എന്ന് പറയുന്ന പോലെയാണ് 1000 പേർക്ക് അരക്കുമാരൻ. എല്ലാ കാര്യത്തിലും ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ചെറുക്കന്റെ അമ്മയൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇരിക്കാനുള്ള സ്ഥലം വേണം. ഇത് കണ്ടോ എന്റെ പൊന്ന് ദൈവമേ, കല്യാണം ഉറപ്പിച്ചന്ന് മുതൽ ഈ കല്യാണം നടക്കുന്നതും വരെ പുള്ളി അങ്ങ് വന്നേക്കും. പിന്നെ എന്തോനെ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? നമ്മുടെ കൊച്ചിന്റെ കല്യാണം നല്ല രീതിയിൽ നടക്കണ്ടേ താരേ? എന്തിനാ രാജീവ് അവന് ഇത് കെട്ടിയോണ്ട് എന്ത്
ദിബലായിരുന്നോ? ഞാൻ വിചാരിച്ചു പിസ്സാ ഗോപുരമായിരിക്കും. എങ്ങനെയുണ്ട്? കൊള്ളാം. കൊള്ളാം. ഇതെന്താണ് ഇത് ഇങ്ങനൊക്കെ? ഇത് പുതിയ മോഡൽ ഷെർവാണി. ഇത് കളാലോ ഇത്. കൊള്ളാം കൊള്ളാം കൊള്ളാം. അതെ ഇന്നലെ വൈകിട്ടൊക്കെ എവിടെ ആയിരുന്നു? കാണാനേ ഇല്ലായിരുന്നു. ഇതിന്റെ ഇടയ്ക്ക് വീട്ടിൽ പോയോ? ഇന്നലെ വൈകിട്ട് അങ്ങനെ വീട്ടിൽ പോകാൻ പറ്റുമോ? ഞാൻ ഓഡിറ്റോറിയത്തിലല്ലായിരുന്നു. പെണ്ണുങ്ങളെല്ലാം കൂടി എന്തോ അരിച്ചിട്ട് അറിയുന്നത്. അവരെ ചുറ്റിനെ അവിടെ നിന്ന് പാട്ടൊക്കെ പാടി അരിഞ്ഞരിഞ്ഞ് പെണ്ണുങ്ങളെ കിടന്ന് ഞാൻ അങ്ങ് ഉറങ്ങിയിരി. നേരം എടുത്തപ്പോ ഈ പെണ്ണുങ്ങൾ എന്റെ പുറത്ത് വെച്ച് പച്ചക്കറി അരിവാളിയാ. ഞാൻ ചാടി ഇങ്ങനെ ചലത്തിന് എന്നെ വെച്ച് പൂശേനായിരുന്നു അവര്. പിന്നെ കാര്യമായിപ്പോ ഇല്ലെങ്കിൽ അവിയലിനകത്ത് കിഴങ്ങാന്നും പറഞ്ഞ എടുത്തിട്ടേനെ. അവിടുത്തെ കാര്യങ്ങളെന്തോ? അവിടുത്തെ കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ആരെ വിളിക്കുന്നത്? സ്റ്റീലിന്റെ പാത്രം രണ്ടെണ്ണോ? ആ മൂലയ്ക്ക് വെച്ചേക്കുന്ന സ്റ്റീലിന്റെ പാത്രം അതിലോട്ട് കറി പാകി വെക്കത്തില്ല. അങ്ങോട്ട് സ്റ്റീലിന്റെ പാത്രം വേണമെന്ന് പോലും. സ്റ്റീലിന്റെ പാത്രം പാചകക്കാരില്ലേ കൊണ്ടുവരണ്ട? ഇപ്പൊ എവിടെ സ്റ്റീലിന്റെ പാത്രം കൊണ്ട് കൊടുക്കുന്നത്? എടാ നിങ്ങളുടെ കയ്യിൽ സ്റ്റീലിന്റെ പാത്രം ഇല്ല. ഞാൻ ഇന്നലെ തൊട്ട് അവിടെ എടുത്തു വെച്ചിട്ടില്ല സ്റ്റീലിന്റെ പാത്രം ഉണ്ടെന്ന്. തീർന്നോ സ്റ്റീലിന്റെ പാത്രം ഇല്ല. അപ്പൊ അതെങ്ങനെ ഇത്? അതിന് എന്താ വേണം? ഇവിടെ രണ്ട് സ്റ്റീലിന്റെ പാത്രം എടുത്തോ? ഇവിടെ സ്റ്റീലിന്റെ പാത്രം ഒന്നുമില്ല. എന്തോത്തിനാ? കറി പാത്രം വേണമെന്ന് പറഞ്ഞു സ്റ്റീലിന്റെ. അല്ലാതെ എടാ ഞാൻ ഈ ഇപ്പൊ പറഞ്ഞ ഞാൻ ഇവിടുന്ന് വാങ്ങിച്ചിട്ടാണ്. എന്റെ മോടെ കല്യാണമൊന്നും അല്ല. പൈസ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര 10,500 രൂപ സ്റ്റീലിന്റെ പാത്രം വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ അത് എൻ്റെ കേട്ടോ പൈസ ഞാൻ എടുത്ത് ഒപ്പിക്കും. എങ്ങനെ? എവിടുന്ന്? എൻ്റെ എൻ്റെ പറ്റത്തില്ല. അതിപ്പോ പൈസയ്ക്ക് പൈസ വേണ്ടേ? കുമാരേട്ടാ സ്റ്റീലിന്റെ പാത്രം. സ്റ്റീലിന്റെ പാത്രം വേണമെന്ന് വെച്ചാൽ ചേട്ടൻ ഇവിടെ ഉള്ളത് കൊണ്ടാണ് നമുക്കൊരു സമാധാനം കേട്ടോ. നമുക്ക് ഇല്ല നീ പറഞ്ഞ നീ വന്നു കഴിഞ്ഞാൽ അവിടെ പൈസ പിണങ്ങാൻ ആൾക്കാരിക്കുക. കാരണം നീ വന്നു കഴിഞ്ഞാൽ ചോദിക്കും എന്നോട് ചോദിച്ചു അവൻ കൊച്ചിന്റെ കല്യാണം വലിയോ ഇതൊക്കെ സാധനം കൊണ്ടുവന്നിട്ടുണ്ടോ? ഞാൻ പറയില്ല ഇതെല്ലാം കഴിഞ്ഞിട്ട് തരത്തുള്ളെന്ന് പറഞ്ഞു. നീ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും പൈസയുടെ ആവശ്യങ്ങൾ അവിടെ. പൈസ എല്ലാം ചേട്ടൻ നോക്കോളൂ. നാരങ്ങ തപ്പിച്ച് വിളിക്കുന്നു. എന്താ പറ്റി ഇവിടെ കുറച്ചിട്ട് തെക്കമല നിൽക്കുവന്നു? നിങ്ങൾ അവിടെ ഉണ്ടാക്കാനാ പറഞ്ഞ? ഇവിടെ ഇല്ലേ കല്യാണം? തെക്കമല എവിടെ നിൽക്കുന്നു? ATM-നകത്ത് വിരൽ കുടുങ്ങി കിടക്കുന്ന നിൽക്കുവന്നോ? അപ്പച്ചി അവിടെ നിൽക്കല്ലേ. ഞാനിപ്പോ എങ്ങനെ അവിടെ വരുന്നേ? അവിടുന്ന് രാവിലെ ഈ വണ്ടിക്ക് വന്ന് ബൈക്ക് വന്നപ്പോൾ വരത്തില്ലായിരുന്നോ? എൻ്റെ ഇവിടെ ഇരിക്കുന്ന അപ്പച്ചി പൈസ ഇപ്പൊ വണ്ടി ഇവിടെ വന്നാൽ 500 രൂപ പെട്ട് അടിക്കാൻ വേണം. എൻ്റെ ഇല്ല. ഞാനിപ്പോ എവിടെ നപ്പിക്കാനും പൈസ ഇപ്പം എൻ്റെ മോടെ കല്യാണമല്ല ഉണ്ടെങ്കിൽ ഞാൻ കൊണ്ടുവരായിരുന്നു. എൻ്റെ എടുക്കാൻ എവിടെ ഇരിക്കുന്നു? ഞാൻ കട്ടപ്പന ഇവിടെ കഷ്ടപ്പെട്ട് ഇവിടെ വന്നാണ്. ഓക്കെ അപ്പച്ചി അല്ല അണ്ണ നമുക്ക് അങ്ങോട്ട് പോവാം. വിളിക്കുന്ന പിന്നെ എന്തോ പൂജാരി ഇയാൾക്ക് എന്തുവാ മണി എടുക്കാൻ മറന്നു പോയെന്നു? നിങ്ങൾ പിന്നെ എന്തോട്ടാ കട പൂജയ്ക്ക് വിളിച്ചത്? എന്ത് മണി ഇങ്ങനെയൊന്നും വേണ്ട. മണി എടുക്കുക. ഇനി തിരിച്ച് പന്തളത്ത് പോകണമെന്ന പൈസ. എന്റെ പൊന്നു പൂജാരി എന്റെ കൊച്ചിന്റെ കല്യാണമല്ല പൈസ ഇല്ല. എന്റെ പൂജാരി മണി എടുക്കാൻ മറന്നു പോയെന്ന. മണി ഉണ്ടെങ്കിലേ പറ്റത്തുള്ളത്. ഒരു സ്റ്റീൽ ക്ലാസ്സിനകത്ത് സ്പൂണിട്ട് അടിച്ചെന്നാൽ മതി. അത്ത സമയത്ത് മതിയോ? അല്ല പിന്നെ എങ്ങനെ ഉണ്ടാക്കുന്ന പറഞ്ഞു? നിങ്ങൾക്ക് അറിയത്തില്ലേ? നിങ്ങൾ പൂജയ്ക്ക് ഉണ്ടാക്കാൻ ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് എവിടെ നിന്ന് പഠിച്ചടാ ഇതൊക്കെ? മണി മസ്റ്റാണോ? മണി വേണം. മണി വേണമെന്ന് പറഞ്ഞു. ഇപ്പൊ തിരിച്ചെടുക്കാൻ പോവാന്ന് പൈസ വേണമെന്ന്. ഓട്ടോക്കൂലി എന്ന് പറയുമ്പം പന്തളത്ത് എത്ര? 350? ഇല്ല അത് പോരാ. അത് തീരെ ഇതാ. 450 വേണം. അങ്ങ് കറങ്ങണ്ടേ? ഇപ്പൊ എൻ്റെ എവിടെ നിന്നിരിക്കുന്ന പൈസ? എന്റെ കൊച്ചിന്റെ കല്യാണം അല്ലല്ലോ പൂജാരി. ഞാനിപ്പോ പെട്ടെന്നൊക്കെ അങ്ങനെ വരുന്നത്. നിങ്ങളുള്ള മണി വെച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്യുക. അല്ലാതെ എൻ്റെ ഇല്ലല്ലോ. എൻ്റെ എവിടെ പൈസ ഇരിക്കുന്നു? മണിയുടെ ശരി വിട്ടേക്കാം. മണ്ഡപത്തിന്റെ കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ. വേണ്ടേ കുമാരേട്ടൻ ഉള്ളത് കൊണ്ടാണ് നമ്മൾ വരാഞ്ഞത്. എല്ലാ കാര്യവും സ്വന്തമായിട്ട് ചെയ്യാന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ നാസരം പാലക്കാട് നിന്നാ വരുന്നത്. പാലക്കാടുകാരാണോ നാസരം വായിക്കുന്നത്? അവരെന്താ പറയാ കിടുക്കം നാസരം വായിക്കുന്ന ആളാ. ആണോ? അയ്യോ 25,000 രൂപ അവർ പറഞ്ഞത്. നമ്മൾ 20,000 കൊടുത്തുള്ളൂ. അവര് പറഞ്ഞ് കയറുന്നതിന് മുമ്പ് 5,000 രൂപ കൊടുക്കണം. കല്യാണം കഴിഞ്ഞിട്ട് കൊടുക്കാൻ അങ്ങോട്ട് പറഞ്ഞു. നമ്മുടെ കയ്യിൽ പൈസ അങ്ങോട്ട് പാലക്കാട് നിന്നുള്ള അല്ലേ നാസരത്തിന്റെ. അത് ഞങ്ങള് കഴിഞ്ഞിട്ട് വന്നപ്പോ 5,000 വെറുതെ പാട്ട് ഊതിക്കളയല്ലേ. ഉടനെ ഞങ്ങൾക്ക് പൈസ വേണോ? അല്ല ഇപ്പൊ 5,000 രൂപ കയറുന്നതിന് ഇത് കഴിഞ്ഞിട്ട് തരാമെന്ന്. പിരിവ് വരുന്ന പറ്റത്തില്ലെന്നോ? ഊതാൻ പറ്റത്തില്ല. നാസരത്തിൽ ഡിപ്ലോമ ഉള്ള ആളാ. ഡിപ്ലോമ എടുത്ത് കളഞ്ഞിട്ട് ഊതാൻ പറ. എന്താ കേക്കത്തില്ലല്ലോ സൗണ്ട്? അതല്ലെന്ന് നാസരത്തിൽ വിദ്വാനാണ്. ഭയങ്കര വിദ്വാനാണ്. അങ്ങനോ? ഞങ്ങൾ 20,000 രൂപ തന്നല്ലോ. 5,000 രൂപ തരണമെന്ന് പറഞ്ഞാൽ എൻ്റെ കൊച്ചിൻ്റെ കല്യാണം. അപ്പൊ ഞാൻ ഇവിടെ നിർത്തി വെച്ചത്. എൻ്റെ ഇല്ല 5,000 രൂപ. നിങ്ങൾക്ക് ഊതണം തന്നെ. നിങ്ങൾ ഊത്. എൻ്റെ കൊച്ചിൻ്റെ കല്യാണം അല്ലടോ കുമാരേട്ടാ. ഊത്തിന്റെ അപ്പൊ ഞാനേ പോട്ട് കാര്യങ്ങളൊക്കെ കൊച്ചെന്തി. അയ്യോ കൊച്ചിനെ ഇപ്പഴാന്ന് തിരക്കുന്നത്. മോള് രാവിലെ ഒരുങ്ങാൻ പോയതാ ബ്യൂട്ടി പാർലറിൽ. അതാണ്. അപ്പൊ ഞാൻ അങ്ങോട്ട് പോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ റെഡിയാക്കട്ടെ. അണ്ണാ
ഹരിയോട് പറ കൊച്ചിനെയും കൂടെ വിളിച്ചോണ്ട് വരണമെന്നുള്ള കാര്യം പറഞ്ഞു. ഞാൻ ഡോറിനോട് അങ്ങോട്ട്. അല്ല മോളെ വിളിക്കാൻ വന്നു. മോളെ വിളിക്കാൻ നീ വരണ്ട. നീ വന്നു കഴിഞ്ഞാൽ പൈസ ചോദിക്കൂടാ അവരാരും. അതുകൊണ്ട് നീ വരണ്ട, ഞാൻ പോയി കൊച്ചിനെ വിളിച്ചിട്ട് വരാം. എല്ലാം നോക്കണം. എല്ലാം നോക്കിക്കോളൂ. താണ്ട് വിളിക്കുന്നു. ഓ എന്തുവാടാ? കാബേജ് തോരൻ വെക്കാൻ വേണമെന്നോ ഇനിയും? ബൊക്കയോ? എന്റെ പൊന്നേ, കോളിഫ്ലവർ അന്നുകൊണ്ട് ബൊക്ക എടുത്ത് തോരൻ വെച്ചെന്ന്. ഇനി അത് വാങ്ങിക്കണം, ഇനി വേണം ബൊക്ക വാങ്ങിക്കണം. എത്ര? 1200 രൂപയുടെ ബൊക്കയാടാ, കൂടിയതാ. ഞാൻ എവിടെ ഒപ്പിച്ച് തരാനായി ഈ 1200 രൂപ എന്ന് പറഞ്ഞ എൻ്റെ കൊച്ചിൻ്റെ കല്യാണമാണോ? അല്ലല്ലോ. ഞാനിവിടെ സഹകരിക്കുന്നെന്നുള്ളത് എന്നോട് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എടുത്ത് തരാനാണ് പൈസ 1500 രൂപ എന്നൊക്കെ പറഞ്ഞാൽ എവിടെ നിന്ന് എടുത്ത് തരാനാണ്? എൻ്റെ കയ്യിലില്ല. ഓക്കെ, അപ്പം ഞാനേ പോയിട്ട് വരാം. പുള്ളിയുടെ ഒരു നല്ല കാര്യം പറയാൻ പോലും ഒരു സമയം തരത്തില്ല. പുള്ളി ഇവിടെ ഉള്ളത് കൊണ്ട് ഉത്തരവാദിത്തം കുഞ്ഞുനാൾ പോലെ ഞങ്ങൾ അതുപോലെ ഒരു പാത്രത്തിൽ ഉണ്ട്, ഒരു പാത്രത്തിൽ ഉറങ്ങിയ ആൾക്കാരാ ഞങ്ങൾ. അപ്പൊ അവന് ചെയ്തേ പറ്റുള്ളൂ. എന്തുവാ? ഒന്നുമില്ലെന്നോ? എനിക്കറിയത്തില്ല. എന്തുവാ? എന്ത് പറ്റി കുമാരേട്ടാ? എന്ത് പറ്റി? എന്തുവാടാ? എന്തുവാ? എന്തുവാ? നീ കൊച്ചിനെ വിളിച്ചോണ്ട് വന്നില്ലേ നീ? എന്തോന്ന് കാര്യം? എന്തോന്ന് പറയണം? ഈ കല്യാണം നടക്കത്തില്ല. കല്യാണം നടക്കത്തില്ലെന്നോ? നടന്നു പറയരുത് കേട്ടോ. ഞാൻ മൂട്ടിപ്പാറന്റെ ഫ്രണ്ടിൽ ചെന്ന് നിന്ന കൊച്ചിനെ വിളിക്കാൻ വേണ്ടി ഈ കൊച്ചനത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് കുറെ ചെറുക്കന്മാരുടെ കാറെ കയറി പോയടാ. പോയി എന്തുവാടാ നീ പറയുന്നത്? ശരിയാണോ ഈ പറഞ്ഞത്? ശരിയാണോ ഈ പറഞ്ഞത്? വിളിച്ചപ്പോ പിന്നെ കാണാന്ന് പറഞ്ഞു. പിന്നെ കാണാമെന്ന് നീ വിളിച്ച് പറയണ്ടായിരുന്നോ? ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നല്ലോ എല്ലാ കാര്യവും. അവനെ കുറ്റം പറഞ്ഞിട്ട് പണത്ത് ദോഷമാടി, പണത്ത് ദോഷം. ഒറ്റ കുറ്റം കൊണ്ടാണ് കൊച്ചു പോയത്. ഞാനെന്തോ ചെയ്ത്? നോക്കി കണ്ടു പെമ്പിള്ളേർ ഇറങ്ങി പോകുമ്പോ നോക്കണം മതി, നോക്കണം. ഉത്തരവാദിത്തം വേണോടി. 10-30 കൊല്ലം ഞാൻ ഗൾഫിൽ കഷ്ടപ്പെട്ടവനാ. എന്റെ കൊച്ചിനെ ഞാൻ പറഞ്ഞു ഒന്നിനും ഞാൻ കുറവുണ്ടാക്കിയിട്ടില്ല. ആദ്യത്തെ 10 കൊല്ലം ഗൾഫ് ഞാൻ ജോലി ചെയ്തപ്പോൾ കുപ്പൂസും കക്കൂസും അല്ലാതെ ഞാൻ വേറൊന്നും കണ്ടിട്ടില്ല. മൊത്തം ഞാൻ ഇങ്ങോട്ടേക്കുമായിരുന്നു. ഒരു ആപ്പിള് തിന്നാൻ കൊതിക്കുമ്പോൾ ഞാൻ കണ്ണാടിയുടെ മുമ്പിൽ ചെന്നിട്ട് എന്റെ സ്വന്തം ആദം സാപ്പിള് കണ്ട് ഞാൻ വിശപ്പടക്കുമായിരുന്നു, കൊതിയടക്കുമായിരുന്നു. അങ്ങനെ വളർത്തിയതാ എന്റെ കൊച്ചിനെ കേട്ടോ. നിന്റെ പണത്ത് ദോഷം കൊണ്ടാണ് പോയത്. എന്റെ കുടുംബത്തിൽ ഇന്നേ വരെ ആരും ഒളിച്ചോടിയിട്ടില്ല. സ്വന്തം മണം അങ്ങ് തിരുത്തിയല്ലോ. കാലവരിയ തറലടിക്കും. കഷ്ടപ്പാടാന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ വിളിക്കുമ്പോഴല്ല നിങ്ങൾ AC റൂമിനകത്താണല്ലോ ഇരിക്കുന്നത്. ഞാൻ ഫ്ലക്സ് അടിച്ചു വെച്ചിട്ടാണ് ഈ വീഡിയോ കോൾ വിളിക്കുന്നത്. അറിയാൻ നിനക്ക്? നിന്നെയൊക്കെ കാണിച്ചു തരാം ഞാൻ അങ്ങോട്ട് ചെന്നിട്ടേ. ഞാൻ അവളെ കൊല്ലും, അവള് കൊണ്ടുപോയ ചെറുക്കനെ ഞാൻ കൊല്ലും. എന്ത് കാണിക്കുന്നത്? എന്ത് ഞാൻ കാണിക്കുന്നത്? മോള് പോയെന്ന് പറഞ്ഞ സത്യമാണോ? കള്ള പറയടി ഞാൻ. എനിക്കറിയത്തില്ല. കല്യാണ ദിവസം തന്നെ മോള് പോയില്ലേ? എങ്ങോട്ടാ പോയത് അവള്? എവിടെ പോയി കണ്ടുപിടിക്കുമെന്ന്? പോകുമ്പോ ഇവിടെ അടുത്ത കാണാൻ പോകുമ്പോ ദൂരേലി പോന്നേ, ബോംബെ കൽക്കട്ട ഒക്കെ പോലെ അവിടെ പോയി ഞാൻ തിരക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് താമസിക്കാനുള്ള പൈസ ഒക്കെ വേണ്ടായോ? തട്ടിക്കൂലി വേണ്ടായോ? എനിക്ക് വിശക്കുമ്പോ എന്തൊരു കഴിക്കണ്ടായോ? എനിക്ക് എത്ര പൈസ ചെലവ്? കുറഞ്ഞ പക്ഷെ 25,000 രൂപ അത് കൂടുതലാവും ഞാൻ അവിടെ വരെ പോകണമെന്നുണ്ടെങ്കിൽ. എന്റെ എവിടെ നിന്ന് ഇരിക്കുന്നത് പൈസ? ഇവൻ എന്തുവാ പറഞ്ഞത്? നമ്മുടെ കൊച്ചു ബ്യൂട്ടി പാർലറിന് ഇറങ്ങിയിട്ട് നാളെ ജാമ്പിള്ളാറ് കൂടെ കാറെ കയറി പോയെന്നില്ലയോ? സത്യം. അതേത് കാറാവെന്നറിയോടി? ഫോട്ടോഗ്രാഫർമാരുടെ കാറ്. അമ്മാര് വീഡിയോ എടുക്കാനായിട്ട് കൊച്ചിനെ അമ്പലത്തിലോട്ട് കൊണ്ടുപോയതാ. അത് കണ്ടിട്ടാണ് ഇവൻ പറഞ്ഞ നമ്മുടെ കൊച്ചു ഒളിച്ചോടി പോയെന്ന്. ഇവനെ കൊല്ലണ്ടേ ഞാൻ. എടാ എടാ എടുക്കടാ. നീ നാസർക്കാർ കൊടുക്കാൻ പറ്റിയ പൈസ തീരാ. എടുക്കടാ, കൊടുത്തോടാ. നീ എടുക്കടാ. പൂജാരിയുടെ മണിക്കാശം തീരാ. ഇങ്ങനെ എടുക്കടാ, ഇങ്ങോട്ട് എടുക്കടാ. എടുക്കണം ഇങ്ങോട്ട്. കാബേജ് ഒക്കയ്ക്ക് വാങ്ങിച്ച് എന്തിയടാ? പൊക്കോണം ഇവിടുന്ന് മര്യാദയ്ക്ക്. പാടി. എന്നെ നോക്കൊന്നും വേണ്ട. നിങ്ങൾ ചെയ്ത് തട്ടിന് എന്റെ കുടുംബക്കാരെ മൊത്തം പേര് ഏൽപ്പിക്കാൻ ഇറങ്ങിപ്പോ. കൃത്യം 10:30 തന്നെ എന്റെ കൊച്ചിന്റെ കല്യാണം നടക്കൂടാ. അങ്ങോട്ട് കണ്ടുപോയക്കരുത്. നിന്നെ മുട്ടുകാലിയല്ല അല്ലേ കേട്ടോടാ. പടി. എന്തോടാ? അച്ഛനും മോളും അമ്മയൊക്കെ ഒന്നായ സ്ഥിതിക്ക് ഈ കഥയിലെ വില്ലൻ ഞാനാ. അതുകൊണ്ട് ഇപ്പൊ എന്താ വേണം? ഒരു 150 രൂപ വണ്ടിക്ക് വിളിക്കുന്നതാണ്. വണ്ടിക്കൂലി